ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളിൽ പ്രഗ്നൻസി സമയത്ത് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നവർ എത്ര പേരുണ്ട്? കേൾക്കുന്നവർക്ക് ഇത് വളരെ സില്ലി ആയിട്ട് തോന്നാമെങ്കിലും ഇത് അനുഭവിക്കേണ്ടി വരുന്നവർക്ക് വളരെ മാനസികവും ശാരീരികവുമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രഗ്നൻസിയിലെ കോൺസ്റ്റിപ്പേഷൻ. പ്രഗ്നൻസിയിലെ ഈ കോൺസ്റ്റിപ്പേഷൻ ഇത്ര അധികമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ. നാച്ചുറലി തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രഗ്നൻസി സമയത്ത് ഈ പ്രൊജസ്ട്രോണിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മുടെ കുടലിന്റെ ആക്ഷനെ വളരെ സ്ലോ ആക്കി വാട്ടർ അബ്സോർപ്ഷൻ കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മോഷൻ വളരെ ഹാർഡായി തീരാം. ഇതുകൂടാതെ തന്നെ നമ്മൾ പ്രഗ്നൻസിയിൽ പലരിലും പ്രത്യേകിച്ചും ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് പ്രഗ്നൻസി ആവുന്നവരിൽ നമ്മൾ പ്രത്യേകിച്ചും ഈ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്സും ഇഞ്ചക്ഷൻസും ഒക്കെ ആയിട്ട് സപ്ലിമെന്റ്സും കൊടുക്കുന്നുണ്ട്. അയൺ സപ്ലിമെന്റ്സ് പ്രഗ്നൻസി കൊടുക്കുന്നതും പലപ്പോഴും കോൺസ്റ്റിപ്പേഷൻ കൂട്ടി കാണാറുണ്ട്. ഇനി നമുക്ക് തൈറോയ്ഡ് പോലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും പ്രഗ്നൻസിയിൽ പലരിലും ഹൈപ്പോതൈറോയിഡ്സ് ഒക്കെ വന്ന് കാണാറുണ്ട്. അതൊക്കെ കറക്റ്റ് ചെയ്യാതിരുന്നാലും കോൺസ്റ്റിപ്പേഷനിലേക്ക് അത് ലീഡ് ചെയ്യും. പിന്നെ പ്രഗ്നൻസിയിൽ നമ്മുടെ യൂട്രസ് വളർന്നു വരികയാണ്, യൂട്രസിന് ഭാരം കൂടുകയാണ്. അപ്പോൾ ഈ യൂട്രസ് വന്നിട്ട് നമ്മുടെ കുടലിന് അമക്കി കഴിയുമ്പോൾ നമുക്ക് മോഷൻ പോകാൻ ബുദ്ധിമുട്ട് വന്ന് പലരിലും കാണാറുണ്ട്.